ഹേ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ടൈപ്പ് 2 സ്വിഫ്റ്റ്. ഇവന് കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് തന്നെ ഇവൻ്റെ ഈ ഒരു ഒ ജി സ്റ്റീരിയോ ഇല്ലേ, ഇതൊരു എർട്ടിക്കയുടെ സ്റ്റീരിയോ ആണ്. ഇതൊക്കെ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യണം ടു ആൻ ആൻഡ്രോയിഡ് മോഡലിലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് ഓക്സ് ഒന്നും തന്നെ വർക്ക് ആവണില്ല. സോ അതൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു ടിൻ്റ് അടിക്കണം. ഒരു 50% ടിൻ്റ് അടിക്കാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 4 ഡോർ മിറേഴ്സും റെയർ വിൻഷീൽഡും കൂടെയാണ് നമ്മളിപ്പോൾ ടിൻ്റ് അടിക്കുന്നത്. ഫ്രണ്ട് വിൻഷീൽഡ് നമ്മളിപ്പോൾ ടിൻ്റ് അടിക്കണില്ല. വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വണ്ടി കൊണ്ടുവന്നത് പുതിയകാവ് ഓട്ടോ കാർ ആക്സസറി ഷോപ്പിലാണ്. ഈ ഒരു സ്നാപ്ട്രോണിക്കിൻ്റെ ആൻഡ്രോയിഡ് പ്ലെയറാണ് നമ്മൾ ഈ വണ്ടിയിൽ വെക്കാൻ പോണത്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ബ്ലൂടൂത്ത് ഒക്കെ ഇൻബിൽഡ് ആണ്. ആൻഡ് ഓൾസോ ഈസി ടു കണക്റ്റിംഗ് കൂടെയാണ്. നല്ലൊരു ഔട്ട്പുട്ടും കൂടെ പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അറൗണ്ട് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റീരിയോ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ടിൻറ്റ് ചെയ്യാനാണ് നമുക്ക് കുറച്ച് സമയം എടുത്തത്. അത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ പക്ഷേ അവർ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഞാനൊന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കി, എന്തെങ്കിലും ബബിൾസോ പീലിംഗ് ഓഫ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ കുഴപ്പമൊന്നും കണ്ടില്ല. പിന്നെ സ്റ്റീരിയോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടോ, കണക്റ്റൊക്കെ ആവുന്നുണ്ടോ, ടച്ച് റെസ്പോൺസീവ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി. പിന്നെ അതുപോലെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈക്വലൈസറൊക്കെ വെച്ച് നമ്മുടെ ഒരു കസ്റ്റം മോഡിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ആ മൊഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ ഇൻ്റർഫേസ്. പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം സ്മൂത്താണ്, ടച്ച് സ്ക്രീൻ നല്ല റെസ്പോൺസീവ് ആണ്, പിന്നെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റ് ആൻഡ്രോയിഡ് പ്ലെയറായിട്ട് ഈ ഒരു മൊഡ്യൂൾ വർത്താണ്. ഇതിൻ്റെ റിവേഴ്സ് ക്യാമിൻ്റെ ക്ലാരിറ്റി ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെയാണല്ലേ തരുന്നത്. വലിയ അത്യാവശ്യം നൈറ്റ് വിഷനും ഉണ്ട്. രാവിലെ ഒന്ന് എണീറ്റ് ചെക്ക് ചെയ്ത് നോക്കി, ടിൻ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ബബിൾസ് വല്ലതും കയറിയിട്ടുണ്ടോ, പീൽ ഓഫ് ഉണ്ടോ, എല്ലാ ഡോർസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷെ ഒന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെയാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. കട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്ത് ടിൻറ്റിൻ്റെ കട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. വേറെ പ്രശ്നമൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി ഇവൻ്റെ ടയേഴ്സൊക്കെ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം വിത്ത് ആൻ അലോയ്. പിന്നെ ഒരു സ്പോയിലറും കൂടെ വെക്കണം. സോ അടുത്തൊരു സ്വിഫ്റ്റിൻ്റെ വീഡിയോ ആയി ഇനിയും വരാം. അൺടിൽ ദെൻ കീപ് റവിങ്. ബൈ ബൈ.